ഭാരതത്തിൻ്റെ സൗന്ദര്യം എന്തെന്ന് തിരിച്ചറിയാൻ ഭാരതത്തിൻ്റെ തീരം വിട്ട് കടലിലൂടെ നീന്തിയിട്ട് മറ്റൊരു പാറയിൽ കയറി ഇരുന്നപ്പോഴാണ് വിവേകാനന്ദന് ഭാരതത്തിൻ്റെ മഹത്വവും സൗന്ദര്യവും തിരിച്ചറിഞ്ഞത് എന്നതുപോലെ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ കലകളുടെ, അതിൻ്റെ ആർദ്രതയുടെ, അതിൻ്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ നാട് വിട്ട് പുറത്തു പോകണം എന്നത് സർവ്വസാധാരണമായി പറഞ്ഞു വരുന്നൊരു വാക്കാണ്. അകന്നു നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുക. വീട്ടിൻ്റെ അകത്തുണ്ടാകുമ്പോൾ മരം മറിഞ്ഞിട്ട് കാട് കാണാതായി പോയി എന്നൊരു ചൊല്ലുണ്ടല്ലോ. മരം മറിഞ്ഞിട്ട് കാട് കാണുന്നില്ല. അതുപോലെ നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നിട്ട് അല്ലെ ഇന്ത്യയിൽ ഇരുന്നിട്ട് വരകുമ്പോൾ ആ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ അതിൻ്റെ ഭാഷയുടെയോ അവിടുത്തെ സംസ്കാരത്തിൻ്റെയോ സൗന്ദര്യം എന്തെന്ന് നമുക്ക് തിരിച്ചറിയില്ല. പക്ഷേ അത് തിരിച്ചറിയുന്നത് അതിൻ്റെ പുറത്തു പോകുമ്പോഴാണ്. പ്രവാസിയായി പ്രകർഷേണ വഹിസിക്കുന്നവരാണ് പ്രവാസികൾ. പ്രകർഷേണ ഉന്നതമായ രീതിയിൽ അകന്ന് ജീവിക്കുമ്പോഴാണ് പ്രവാസി ഉണ്ടാകുന്നത്. ആ പ്രവാസികൾക്കാണ് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും മഹത്വവും ഏറെ അടുപ്പമുണ്ടാകുന്നത്. അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയി. പ്രത്യേകിച്ച് മലയാളികൾക്ക് പൊതുവായിട്ടുള്ള ഒരു വികാരം. നമ്മൾ സ്കൂളിൽ പഠിച്ച ഊസാഗ കേട്ടിട്ടുണ്ടോ? LCM ഊസാഗ, ഉത്തമ സാധാരണ ഗുണിതം, ലാസാഗു എന്നൊക്കെ കേട്ടിട്ടില്ലേ? മലയാളികളുടെ ഊസാഗ അവൻ്റെ നൊസ്റ്റാൾജിയാണ്. അവൻ്റെ ഗ്രാമം, അവിടുത്തെ പുഴകൾ, അവിടുത്തെ വയലേലകൾ, അവിടുത്തെ കണിക്കൊന്നകൾ, അവിടുത്തെ പൂക്കള്, അവിടുത്തെ ഓണം, അവിടുത്തെ വിഷു, അവിടുത്തെ കളികൾ, അതൊക്കെ മലയാളികളുടെ ഊസാഗയാണ്, നൊസ്റ്റാൾജിയാണ്. എല്ലാവർക്കും, അത് ജാതി മത വർണ്ണവർഗ ഭേദമന്യേ എല്ലാവർക്കുമുള്ള ഒരു ആന്തരികമായ ഊർജമാണ് അവൻ്റെ നൊസ്റ്റാൾജിയ. ആ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യിക്കുന്ന വിധത്തിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനോഹരമായി നിങ്ങളുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ കേരളത്തിൽ നിന്നൊന്നും ഇത്ര അടുത്തൊന്നും ഇത്ര മനോഹരമായ ഒരു സദ്യ ഉണ്ടിട്ടില്ല. അതിമനോഹരമായ ഒരു സദ്യ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ പറ്റി എന്നത് വളരെ സന്തോഷപൂർവ്വം ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ഗാന്ധി സ്മൃതി വളരെ യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെയൊരു സംഗമത്തെക്കുറിച്ച്, ഇങ്ങനെയൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ആ ഗാന്ധി സ്മൃതി സംഗമം അവർ നടത്തുന്ന ഒരു മഹത്തായ ഒരു സേവന പരിപാടിയാണ് സബർമതി. അപ്പൊ ഗാന്ധി സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ സബർമതിയിൽ നിന്നാണ് വരുന്നത്. സബർമതിയിൽ നിന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഗുജറാത്തിൽ നിന്നാണ് വരുന്നതെന്ന് തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ വീടിൻ്റെ പേര് സബർമതി എന്നാണ്. എൻ്റെ വീടിൻ്റെ കാവൽക്കാരനായിട്ട്, എൻ്റെ വീടിൻ്റെ അന്ന് ഞങ്ങളുടെ വീട് നിർമ്മിക്കുമ്പോൾ 22 വർഷം മുമ്പ് വീട് നിർമ്മിക്കുന്ന കാലത്ത് വീടിൻ്റെ വാതിലിൽ ഇങ്ങനെ ഒരു കൊത്തുപണി, പല ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ കൊത്തിവെക്കും. അപ്പൊ ആരെ കൊത്തണം എന്നതിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് മറ്റാരും വേണ്ട, നമ്മുടെ വീടിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ആദർശത്തിൻ്റെ കാവൽക്കാരൻ ഗാന്ധിയല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് ഗാന്ധി വടിയും കുത്തി നടക്കുന്ന ചിത്രമാണ് എൻ്റെ വീടിൻ്റെ വാതിലിൽ കൊത്തിവെച്ചത്. അപ്പൊ കൊത്തിവെച്ചത് കൊണ്ട് തന്നെ വീടിൻ്റെ പേരെന്ത് എന്ന് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സബർമതി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ പേരായതുകൊണ്ട് മാത്രമല്ല, സബർമതി എന്ന പ്രസ്ഥാനത്തിന്, സബർമതി എന്ന വാക്കിന് രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് സബർമതി ഉണ്ടായത്. സബർ എന്ന് പറയുന്നത് പ്രകാശമെന്നാണ് ഹിന്ദിയിൽ. മതി എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥം. സബർമതി എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് മൈൻഡ്, പ്രകാശം പരത്തുന്ന മനസ്സ് എന്നാണ് അർത്ഥം. ഗാന്ധി എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹം ലോകത്തിന്റെ പ്രകാശം പരത്തുന്ന മനസ്സാണ്. കുവൈറ്റിലും ഗൾഫിലുമെല്ലാമുള്ള എണ്ണകൾ വറ്റിയാൽ, ലോകത്തിന്റെ ബാഹ്യമായിരിക്കുന്ന സിമെന്റ് നിർമ്മിക്കുവാനുള്ള പാറകളെല്ലാം പൊടിച്ചു തീർന്നാൽ, ലോകത്തിന്റെ ഇന്ന് കാണുന്ന പുറംപോടിയായിരിക്കുന്ന സമ്പത്തുകളെല്ലാം തീർന്നാൽ ഈ ലോകത്തിന്റെ തത്വശാസ്ത്രം ഗാന്ധിസമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഗാന്ധിയെ നമ്മൾ ഓർക്കാത്തതും, ഗാന്ധിയെ നമ്മൾ മറക്കുന്നതും, ഗാന്ധിയെ നമ്മൾ കൊണ്ടു നടക്കാത്തതും. കുഞ്ഞുണ്ണി മാഷോട് ഒരു കവിതയുണ്ട്, ഗാന്ധിക്ക് ഗാന്ധിയെ ശിഷ്യൻ, ഗാന്ധി ശിഷ്യർക്ക് ലോകത്തിലെല്ലാരും ശിഷ്യരാവണം, താനൊഴിച്ചെല്ലാരും ഗാന്ധിയാവണം. ഗാന്ധിക്ക് ലോകത്തൊറ്റൊരു ശിഷ്യരേ ഉള്ളൂ, അത് ഗാന്ധി മാത്രമാണ്.
അദ്ദേഹത്തെ പോലെ ജീവിച്ച മറ്റൊരാളും ലോകത്തില്ല. അതുകൊണ്ടാണ് മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന മനോഹരമായ കവിതയുടെ ആരംഭം തനിയേ നടന്നു നീ പോവുക, തനിയേ നടന്നു നീ പോവുക. ആരോടാ പറയുന്നത്? അനുഗാമിയില്ലാത്ത പഥിക. അനുഗാമി, പിന്നിൽ ആരും നടക്കാത്ത യാത്രക്കാരാ, നീ ഒറ്റക്ക് നടന്നു പോവുക. പക്ഷെ ആ നടത്തം ഒറ്റക്കാണെങ്കിലും അത് ലോകത്തിലെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ തത്വശാസ്ത്രത്തിലേക്കുള്ള നടത്തമാണത്. ആ ഗാന്ധിയിലേക്ക് തിരിച്ചു പോവുക എളുപ്പമല്ല, എളുപ്പമല്ല. ഗാന്ധിയിൽ നിന്ന് അകന്നു പോകാൻ വളരെ എളുപ്പവുമാണ്. അപ്പോഴാണ് ഗാന്ധിയുടെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിച്ച് അതിന്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ, ആർദ്രതയുടെ കനിവിന്റെ ഉറവ പറ്റിപ്പോകാത്ത ഒരു പറ്റം മനുഷ്യര് ഇവിടെ 2-3 കൊല്ലം മുമ്പ് രൂപീകരിച്ച ഒരു പ്രസ്ഥാനം. ഞാൻ കരുതിയത് ഇവരുടെ അനൗൺസ്മെന്റും ഇവരുടെ നോട്ടീസും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കേട്ടപ്പോ ഇതൊരു 10-30 വർഷം പഴക്കമുള്ള പ്രസ്ഥാനമാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കോവിഡ് കാലത്ത് രൂപീകരിച്ചിട്ട് ഇത്രയും എളുപ്പത്തിൽ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ സഞ്ചരിക്കുവാൻ ഇത്രയും കാതം ദൂരം ഇനിയുമുണ്ട്. ഒരുപാട് പോകാനും കഴിയും. അതിനുള്ള ഇഴയടുപ്പം ഇവരുടെ ഹൃദയങ്ങൾ തമ്മിലുണ്ട്. ആ ഇഴയടുപ്പമാണ് മനുഷ്യനും തമ്മിൽ വേണ്ടത്. നമുക്ക് ലോകത്തിന് വേണ്ടത് എന്താണ്? ലോകത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? നമ്മുടെ ഒരു പഴയ സിനിമാ ഗാനമില്ലേ, പൊന്നല്ല പണമല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് കരുണയാണല്ലോ. ദൈവം പറയാണ്, ബലിയല്ല എനിക്കു വേണ്ടത്, ബലിയല്ല കാസയേന്തും കൈകളിൽ വേണ്ടത്, കരുണയാണല്ലോ, കരുണയാണല്ലോ. ദൈവമെന്ന് പറയുന്നത് കരുണയാണ്. അതുകൊണ്ട് ദൈവത്തിന് മലയാളത്തിൽ ഏറ്റവും മനോഹരമായ പര്യായം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിന്റെ പര്യായം കരുണാകര എന്നാണ്. കരുണാകര എന്നാണ്. കരുണാകരനാണ്. കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കരുണാകരൻ കരുണയാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനാ. അതാണ് കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നതാണ്. കരുണയാണ് ലോകത്തിന്റെ, മനുഷ്യന്റെ, മൃഗങ്ങളുടെ, പക്ഷികളുടെ, ഈ പ്രപഞ്ചത്തിന്റെ പരസ്പരം കൂട്ടിയിണക്കുന്ന മഹത്തായ പ്രക്രിയ കരുണയാണ്. കരുണയാണ്. സൂര്യന് ഭൂമിയോട് കരുണ കാണിച്ചത് കൊണ്ടാണ് പച്ചപ്പട്ടുടയാട കൊടുത്തതും ആ പച്ചപ്പട്ടുടയാടകളിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതും. നമ്മൾക്ക് പലവിധത്തിലുള്ള മാംസവും മത്സ്യവും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം ഉറവിടം സൂര്യനിൽ നിന്ന് പുറപ്പെട്ട ഊർജമാണ്. എൻ്റെ കണ്ഠനാളത്തിൽ നിന്ന് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദ ഊർജം കഴിഞ്ഞ കൊല്ലം പാലക്കാട് നിന്ന് പുറപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം പാലക്കാട് ഉദിച്ച സൗരോർജമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ശബ്ദോർജം. കഴിഞ്ഞ വർഷം പാലക്കാട് സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ പാലക്കാടൻ വയലേലുകളിൽ നട്ട മട്ടയരി ഉണ്ടാക്കുന്ന നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി. അത് നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ പരസ്പരം പുന്നാരം പറഞ്ഞു വിളഞ്ഞു. ആ കരുണകൾ നോക്കൂ. നമുക്ക് മനുഷ്യനും പരസ്പരം മിണ്ടാതെ നടക്കുമ്പോ നമ്മൾ നോക്കുക, ബസ്സിലും കാറിലും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഞാനിപ്പോ ഫ്ലൈറ്റിൽ വരുമ്പോ ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ ഞങ്ങള് ഒരു ടീമാക്കിയത് പ്രതിസന്ധി വന്നപ്പോഴാണ്. ഇന്നലെ കാലത്ത് 9 മണിയുടെ ഫ്ലൈറ്റിന് കോഴിക്കോട് എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയെങ്കിലും രാത്രി 9 മണിക്ക് മാത്രമേ എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെട്ടുള്ളൂ. ആ രാവിലെ 9 മണിക്ക് ഇത് പുറപ്പെടാൻ വൈകും, രാത്രിയാകും എന്ന് പറഞ്ഞപ്പോ
ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതിരുന്നപ്പോൾ പരസ്പരം പരിചയമില്ലാത്ത ഞങ്ങളെല്ലാം പരസ്പരം പരിചയപ്പെടുകയും കുവൈറ്റിലേക്കാണോ എന്ന് ചോദിക്കുകയും സംഘടിതമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മുന്നിൽ പോയിട്ട് ഞങ്ങൾ ബഹളം വെക്കുകയും ഞങ്ങൾക്ക് ഇരിക്കാനൊരിടം തരൂ, ഞങ്ങൾക്ക് വിശ്രമിക്കാനൊരിടം തരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് ഞങ്ങളെ ഹോട്ടലിലേക്ക് ഒരു ബസ്സും പിടിച്ചു കൊണ്ടുപോയത്. അതുവരെ ഞങ്ങൾ ആരും പരസ്പരം അറിയില്ലായിരുന്നു, ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്നു. പക്ഷെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് നമ്മളെല്ലാം ടീമായത്. മനുഷ്യൻ ടീമാവണം. എന്താ ടീമിന്റെ പ്രത്യേകത? ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം TEAM എന്നാണ് ടീമിന്റെ സ്പെല്ലിങ്. അതിനൊരു ഫുൾ ഫോം ഉണ്ട്, ടുഗദർ എവരിബഡി അച്ചീവ് മോർ എന്നാണത്. ടുഗദർ ഒരുമിച്ചാൽ എവരിബഡി അച്ചീവ് മോർ, എല്ലാവർക്കും കൂടുതൽ നേട്ടമുണ്ടാകും. ആ ഗ്രൂപ്പായി മാറിയിട്ട് പരസ്പരം വർത്തമാനം പറയണം. ബസ്സിൽ പോകുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ട്രെയിനിൽ പോകുമ്പോൾ ആളുകൾ അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അഭിമുഖമായി ഇരിക്കുമ്പോൾ പോലും 5 മണിക്കൂറും 10 മണിക്കൂറും യാത്ര ചെയ്യുമ്പോഴും മുന്നിലിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് എവിടെയാ പോണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആരുണ്ട്, നിങ്ങളുടെ പേരെന്താണെന്ന് പരസ്പരം ചോദിക്കാതെ പോകുമ്പോൾ മനുഷ്യരെ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ കുറേ കോളേജ് വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ പൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അവര് കയറിയ കമ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ കയറി. കാരണം ന്യൂ ജനറേഷന്റെ ട്രെൻഡ് അറിയണമല്ലോ, അവര് തമ്മിലുള്ള വർത്തമാനങ്ങൾ കേൾക്കണമല്ലോ. പക്ഷെ ഞാൻ അവരുടെ കൂട്ടത്തിൽ സീറ്റില്ലാതെ നിന്നിട്ട് വന്നിട്ടും ഇങ്ങെത്തുന്നത് വരെ നിരാശയായിരുന്നു ഫലം. കാരണം അവരൊന്നും പരസ്പരം ഒന്നും മിണ്ടിയില്ല. അവരെല്ലാം ഈ ആശുപത്രിയിൽ ICU കിടക്കുന്നത് പോലെ ചെവിയിൽ വയറും കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ICUയിൽ കുറെ വയറിന്റെ നടുക്കല്ലേ ഇരിക്കുക, അങ്ങനെ ICU കിടക്കും പോലെ ഇരിക്കുക, ഒന്നും പറയുന്നില്ല. പറയാനല്ലേ പിന്നെ മനുഷ്യനെന്തിനാ? നമുക്ക് ഭാഷ കണ്ടുപിടിച്ചത് എന്തിനാ? ഭാഷ കണ്ടുപിടിച്ചത് ഞാനിപ്പം നമ്മളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നത് ഒരു ഭാഷ കൊണ്ടാണല്ലോ, ഞാൻ പറഞ്ഞ പ്രസംഗങ്ങൾ കൊണ്ടാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. അത് യൂട്യൂബിൽ കേട്ടത് കൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. എന്നെ ഇവിടെ എത്തിച്ചതിന്റെ പിറകിൽ ഭാഷയാണ്. ആ ഭാഷ ഉണ്ടായത് എന്തിനാണ്? പരസ്പരം ശകാരിക്കാനും കുറ്റപ്പെടുത്താനും തെറി പറയാനും പാരവെക്കാനുമാണോ ഭാഷ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഭാഷ കണ്ടുപിടിച്ചതിനെ പറ്റിയിട്ട് ONV കുറുപ്പിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്. പണ്ട് കാട്ടാളന്മാർക്ക് ആശയമുണ്ടായിരുന്നു. ഭാഷക്ക് ഈ ശബ്ദത്തിന് ഭാഷക്ക് 4 ഘട്ടങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് എന്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ അക്ഷരമുണ്ടല്ലോ, അതിന് മുന്നിൽ 3 ഘട്ടങ്ങളുണ്ട്. ആ 3 ഘട്ടങ്ങൾ കടന്നിട്ടാണ് പര, പശ്യന്തി, മധ്യമ, വൈഖരി. 4 ഘട്ടങ്ങളാണ് ഭാഷ. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന 3 പ്രക്രിയ നമ്മൾ ആരും അറിയുന്നില്ല. പര എന്ന് പറയുന്നത് പറയാനൊരു തോന്നലുണ്ടാവണ്ടേ ആദ്യം. ആ തോന്നലുണ്ടാകുന്നത് ഏതെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും അല്ല. പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ പ്രസവിക്കാറില്ലേ? പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് പ്രസവം ഉണ്ടായിരുന്നു. അന്ന് പ്രസവിക്കുന്ന സ്ത്രീക്ക് പ്രസവിക്കുകയാണെന്ന തോന്നലുണ്ടായിരുന്നല്ലോ, അതൊരു ഭാഷയിലുമായിരുന്നില്ല. വേദന എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് വേദനയുണ്ടായിരുന്നു. സന്തോഷം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് സന്തോഷമുണ്ടായിരുന്നു. ഭക്ഷണം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് ഭക്ഷണവും ഉണ്ടായിരുന്നു. അതാദ്യം മനസ്സിലൊരു തോന്നലുണ്ടല്ലോ, ഒരു ഭാഷയുമല്ലാതെ അമൂർത്തമായ അവ്യക്തമായ ഒരു തോന്നൽ, അതിനാണ് പര എന്ന് പറയുക. ആ തോന്നൽ വന്നാൽ അത് പ്രകടിപ്പിക്കണം, ആരോടെങ്കിലും പറയണമെന്ന ഒരു ആവേശമുണ്ടാക്കുന്നതാണ്, അതിനുള്ള മാർഗം കണ്ടെത്തുന്നതാണ് പശ്യന്തി. ഒരു മാർഗം കണ്ടെത്തണം. ഈ തോന്നല് ആരോടെങ്കിലും അറിയിക്കണമെന്ന ഒരു മാർഗം കണ്ടെത്തണം. മൂന്നാമത്തത്, ആ മാർഗം എങ്ങനെയാണ്? ചില ആളുകൾ കണ്ണുകൊണ്ട് ഒരു സൈറ്റ് അടിച്ചിട്ട് ആ മാർഗം കണ്ടെത്തും, അല്ലേ? പ്രണയം പണ്ട് കോളേജിന്റെ മുന്നിൽ ബസ് സ്റ്റോപ്പിനെ പറ്റി ഞങ്ങൾ പറയുന്ന ഒരു കടങ്കഥയുണ്ട്. കണ്ണും കമ്പിയടിക്കും തപ്പാല പീസ്. അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കമ്പിയടിക്കാറുണ്ടായിരുന്നു. കമ്പിയടിക്കും കണ്ണുകൊണ്ട്, കണ്ണിറുക്കി കാണിച്ചിട്ട് പ്രണയം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ലേ? അതൊരു മാർഗമാണ്. മിണ്ടാതിരിക്കുന്നത് ഒരു മാർഗമാണ്. 1980 മുമ്പ് മലയാളി പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ സമ്മതമാണെന്ന് പറയാറില്ല. അവരുടെ മറുപടി, അവരുടെ കമ്മ്യൂണിക്കേഷൻ മൗനമായിരുന്നു. മിണ്ടാതെ അകത്ത് കയറിപ്പോയ അച്ഛന് സമാധാനായി. മറുപടി മൗനമാക്കി അവതരിപ്പിച്ച വയലാറിന്റെ മനോഹരമായ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ?
കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ, കടത്തു തുണികളിൽ ആളു കയറും കല്ലൊതുക്കുകളിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം, നിന്റെ മൗനം സന്ധ്യമയങ്ങും നേരം. പാട്ടോർമ്മയില്ലേ? ആ മൗനം ഒരു മധ്യമമാണ്. എങ്ങനെ അവതരിപ്പിക്കുക? ചലനം ഒരു മധ്യമമാണ്, ആക്ഷൻ ഒരു മധ്യമമാണ്, മുദ്രകൾ ഒരു മധ്യമമാണ്. മുദ്രകൾ കാലുകൊണ്ട് വരക്കുന്നത്. പണ്ടൊരു കാമുകനോട് മറുപടി പറഞ്ഞിരുന്നത് കാലുകൊണ്ടായിരുന്നു. ഇന്ന് കാമുകി മറുപടി പറയുന്നത്, കരാട്ട പിടിച്ച കാമുകി കാലുകൊണ്ട് മറുപടി പറയുന്ന കാല. അന്നത്തെ പഴയ കാമുകി മറുപടി പറഞ്ഞിരുന്നത്, പൂർണേന്ദുമുഖിയോ ഉടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണിയതു കേട്ടു നാണിച്ചു നാണിച്ചു, കാൽനഖം കൊണ്ടൊരു വര വരച്ചു. നിലത്തൊരു വട്ടം വരക്കലുണ്ട്. ആ വട്ടത്തിലൂടെ ക്ലിയറാണ്, ഞാൻ നിന്റെ ചുറ്റും വട്ടം കറങ്ങിക്കൊള്ളാം എന്ന മറുപടിയാണ് ഈ വട്ടം വരക്കൽ. ഇന്ന് ഏതെങ്കിലും കാമുകിക്ക് വട്ടം വരക്കാൻ അറിയാമോ? ആ പ്രണയത്തിന്റെ സങ്കല്പം തന്നെ മാറി. എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് വട്ടം വരക്കൽ ഒരു മാധ്യമമാണ്, എഴുതി അറിയിക്കൽ മാധ്യമമാണ്. ഇപ്പൊ മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട് അറിയിക്കലാണല്ലോ. ഇമോജി ഒരു മാധ്യമമാണ് അല്ലേ? ഇമോജികൾ ഒരു മാധ്യമമാണ്. ഇപ്പൊ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യലാണ് ഒരു മാധ്യമം. മംഗ്ലീഷ് ടൈപ്പ് ചെയ്യൽ, അത് ടൈപ്പ് ചെയ്തിട്ട് വായിക്കുന്നത് പല അബദ്ധങ്ങളായി പോകാറുണ്ട് അല്ലേ? പല അബദ്ധങ്ങളായി പോകാറുണ്ട്. നിന്റെ അമ്മയുടെ പേരെന്താണ് എന്നതിന് ഒരാൾ മറുപടി അയച്ചത് മുളന്തുരുത്തി മറിയ എന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് വായിച്ചത് വേറെ മോശമായി പോയി. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോ അത്തരത്തിൽ മംഗ്ലീഷിനെ കൊണ്ട് അബദ്ധങ്ങൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള മാധ്യമങ്ങൾ കണ്ടെത്തുന്നു. അതാണ് മധ്യമ. പര പശ്യന്തി മധ്യമ. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് എന്നിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ കർണപടത്തിലോ നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനയിലോ പതിയുന്നത് വരെയുള്ള പ്രക്രിയക്കാണ് വൈഖരി എന്ന് പറയുക. എൻ്റെ ശബ്ദതരംഗങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ കർണപടത്തിൽ അത് പ്രകമ്പനം കൊള്ളിക്കുമ്പോഴാണല്ലോ ഞാൻ പറയുന്ന വാക്കുകളുടെ അർത്ഥതലങ്ങൾ നിങ്ങളുടെ സ്മരണയിൽ ഈ വാക്കുകളുടെ ശബ്ദങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കേവലം വാക്കിന്റെ അർത്ഥങ്ങൾ മാത്രമല്ല, ശബ്ദത്തിന്റെ താളത്തിന്റെ അർത്ഥം പോലുമുണ്ട്. ശബ്ദം മാറുമ്പോ അർത്ഥം മാറും. എല്ലാ വാക്കുകൾക്കും എല്ലായിടത്തും ഒരേ അർത്ഥമല്ല. അതുകൊണ്ട് വാക്കിനാണ് പ്രധാനം, എഴുത്തിനല്ല. രാവിലെ എന്ന് പറഞ്ഞാലും അർത്ഥം രണ്ടാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിക്കും 8 മണിക്കും 10 മണിക്കും രാവിലെ എന്ന് പറയാം. രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിക്ക് മുമ്പാണ്. പക്ഷെ രാവിലെ എന്ന് എഴുതാൻ പറ്റില്ല. ഞാനൊരു സ്കൂളിൽ പോയിട്ട് രാവിലെ എന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഒരു പയ്യൻ എഴുന്നേറ്റിട്ട് കടലാസും കൊണ്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറേ രാവിലെ എന്ന് എഴുതിയിട്ട് കടലാസ് കീറിപ്പോയി. രാവിലെ എന്ന് എഴുതിയിട്ട് കടലാസ് കീറിപ്പോയി. ശബ്ദം മാറുമ്പോ അർത്ഥം മാറും. ഇപ്പൊ പോയാല് ദുബായ് എക്സ്പ്രസ് കിട്ടുവോ എന്ന് പറയുമ്പോ ഒരാൾ പറഞ്ഞു കിട്ടുമെന്ന്. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു കിട്ടും. രണ്ടാളും കിട്ടും എന്നാ പറഞ്ഞേ. പക്ഷെ രണ്ടാമത്തെ ആള് കിട്ടൂല എന്നാ ഉദ്ദേശിച്ചത്. എഴുതാൻ പറ്റുമോ? കിട്ടും എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ വാക്കിന്റെ അർത്ഥത്തിനപ്പുറത്ത് ശബ്ദത്തിന്റെ ആക്സന്റ് പോലും, അതിന്റെ വൈബ്രേഷൻ പോലും നമ്മുടെ ഉള്ളിൽ സ്മരണകളായി ഓർമ്മിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ വാക്ക് കേൾക്കുമ്പോഴും നമുക്ക് അതിന്റെ ഓർമ്മയിലേക്ക്, അതിന്റെ വികാരത്തിലേക്ക്, അതിന്റെ ആർദ്രതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. നേരത്തെ ഇവിടെ പാട്ടുപാടി, അതിമനോഹരമായിട്ട് ഒരു പെൺകുട്ടി പാട്ടുപാടി. ആ പാട്ട് പാടുമ്പോ യാ 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 എന്ന് പാടുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആർദ്രത കയറി വരുന്നില്ലേ? ആ ആർദ്രത വരുന്നത് നമുക്ക് ആ ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ട്. ഒരു വയലിൻ വായിക്കുമ്പോ ആ വയലിന്റെ മ്യൂസിക്കിന് നമ്മൾ ഓരോ അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വാക്കുകളില്ലെങ്കിലും ശബ്ദത്തിലൂടെ സംസാരിക്കാൻ പറ്റും. അതാണ് വൈഖരി എന്ന് പറയുന്നത്. വൈഖരിയുടെ കരുത്ത് അതാണ്. അപ്പൊ ഇത്രയും പ്രക്രിയകൾ
ഇത്രയും പ്രക്രിയകൾ നടക്കുമ്പോൾ ആണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയവിനിമയം നടത്തുന്നത്. വെറും വർത്തമാനമൊന്നുമല്ല, അതിന്റെ പുറകിൽ ഇത്രയും വലിയ ശാസ്ത്രമുണ്ട്. പര, പശ്യന്തി, മധ്യമ, വൈഖരി, ഇത്രയും പശ്ചാത്തലങ്ങളുണ്ട്.